ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ നമ്മൾ ഇന്ന് സൈക്കോളജിയിൽ വ്യക്തിത്വ മാപനമാണ് അല്ലേ, വ്യക്തിത്വമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതിൽ നിന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വ്യക്തിത്വത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ വ്യക്തിത്വ മാപനമാണ് നോക്കുന്നത്. അതിൽ വ്യക്തിത്വ മാപനത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഉപാധികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചോദ്യാവലി, ഇൻവെൻ്ററികൾ, വിക്ഷേപണ തന്ത്രങ്ങൾ. ചോദ്യാവലി, ഇൻവെൻ്ററികൾ, വിക്ഷേപണ തന്ത്രങ്ങൾ എന്നിവയാണ് വ്യക്തിത്വ മാപനത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഉപാധികൾ. മനുഷ്യൻ്റെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം പ്രസ്താവനകളോ ചോദ്യങ്ങളോ ആണ് ചോദ്യാവലിയിലും ഇൻവെൻ്ററികളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യൻ്റെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം പ്രസ്താവനകളോ ചോദ്യങ്ങളോ ആണ് ചോദ്യാവലിയിലും ഇൻവെൻ്ററികളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതു തരത്തിലുള്ള വിവരങ്ങളും ശേഖരിക്കുവാൻ പൊതുവായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചോദ്യാവലി. ഏതു തരത്തിലുള്ള വിവരങ്ങളും ശേഖരിക്കാൻ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ സവിശേഷതകൾ അന്വേഷിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നത് ഇൻവെൻ്ററിയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ സവിശേഷതകൾ അന്വേഷിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നത് ഇൻവെൻ്ററിയാണ്. വ്യക്തിത്വ മാപനത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഇൻവെൻ്ററികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ശരിക്കും പഠിച്ചു വെക്കണേ. അത് നമുക്ക് പല രീതിയിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ പേഴ്സണൽ ഡാറ്റ ഷീറ്റ് PDS, അത് വ്യക്തിത്വ മാപനത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഇൻവെൻ്ററികളാണ്. പേഴ്സണൽ ഡാറ്റ ഷീറ്റ്, മിനിസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി, മിനിസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി, ഐസംഗ് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി, ഐസംഗ് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി, കുണ്ടൂസ് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി, അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി, അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി. ഇപ്പോൾ പേഴ്സണൽ ഡാറ്റ ഷീറ്റിലും പേഴ്സണൽ വരുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. മിനിസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററിയിലും പേഴ്സണൽ വരുന്നുണ്ട്. പിന്നെ ഐസംഗ് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി ആണെങ്കിൽ അതിലും വരുന്നുണ്ട്. കുണ്ടൂസ് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററിയിലും അത് വരുന്നുണ്ട്. പിന്നെ അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി. അപ്പോൾ അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി പേഴ്സണാലിറ്റി ഇൻവെൻ്ററി ആണെന്ന് ഓർത്തു വെക്കുക. ഇനി പേഴ്സണൽ ഡാറ്റ ഷീറ്റിനെ കുറിച്ച് നോക്കാം. ആദ്യ ഇൻവെൻ്ററി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ RS വുഡ്വർത്ത് ആണ്. അപ്പോൾ പേഴ്സണൽ ഡാറ്റ ഷീറ്റ് അത് ആദ്യമായിട്ട് ഇൻവെൻ്ററി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ RS വുഡ്വർത്ത് ആണ്. PDS ആദ്യമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. അദ്ദേഹം അതിന് പേഴ്സണൽ ഡാറ്റ ഷീറ്റ് എന്ന് പേരിട്ടു. മിനിസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി നോക്കാം. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വ്യക്തിത്വ ഇൻവെൻ്ററിയാണ് മിനിസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി. ഈ ഉത്തരങ്ങൾ ചില പ്രത്യേക വ്യക്തിത്വ സവിശേഷതകളുടെ സൂചകങ്ങളായി തക്ക വിധത്തിലുള്ള ആകെ 550 ഇനങ്ങളാണ് ഈ ഇൻവെൻ്ററിയിൽ ഉള്ളത്. അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി AS ആണ്. GW ആൽപോർട്ടാണ്. GW ആൽപോർട്ടിൻ്റേതാണ് അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി. അപ്പം ആൽപോർട്ടിൻ്റേതാണ് AS അല്ലേ, AS എന്ന് ഓർത്തു വെക്കുക. ഇനി സംവിധാനം ചെയ്ത് ഈ AS പ്രതികരണ പഠനം വ്യക്തിത്വ സവിശേഷതകൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യ ഉപകരണങ്ങളിൽ ഒന്നാണ്. ഇനി ഐസംഗ് പേഴ്സണാലിറ്റി ഇൻവെൻ്ററിയാണ്. നാഡീവൈകല്യ പ്രവണതകൾ അളക്കാൻ വേണ്ടി ഐസംഗ് ആവിഷ്കരിച്ച ഇൻവെൻ്ററിയാണ് EPI. വ്യക്തിത്വത്തിൻ്റെ സ്ഥിരത, അസ്ഥിരത, അന്തർമുഖത്വം, ബഹിർമുഖത്വം എന്നീ 2 മാനങ്ങൾ മാത്രമേയുള്ളൂ എന്ന സങ്കല്പത്തിലാണ് ഇതിൻ്റെ സംവിധാനം. എല്ലാ ഇൻവെൻ്ററികളിലും സാധ്യതയുടെയും വിശ്വാസത്തിൻ്റെയും അളവ് സ്ഥിരമല്ല. ഇത് വിപുലമായിട്ടുള്ള റേഞ്ചിൽ മാറുന്നു. ഇൻവെൻ്ററികൾ ഉപയോഗിച്ച് കുട്ടികളിൽ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണം, അപസമായോജിതം എന്നീ 2 വർഗ്ഗങ്ങളിൽ ഉൾപ്പെടുത്താം. എന്നാൽ വ്യക്തിത്വ വൈകല്യങ്ങളിൽ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ വിഭജിക്കാൻ ഇതുവഴി സാധ്യമല്ല. ഇനി പ്രക്ഷേപണ തന്ത്രങ്ങളാണ്. ചിത്രങ്ങൾ, പ്രസ്താവനകൾ, മറ്റു രൂപങ്ങൾ എന്നിവയിലൂടെ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ, മനോഭാവങ്ങൾ, ആശയങ്ങൾ എന്നിവ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള രീതിയാണ് പ്രക്ഷേപണ തന്ത്രങ്ങൾ. അപ്പോൾ പ്രധാന പ്രക്ഷേപണ തന്ത്രങ്ങൾ നോക്കാം. റൊഷാക്ക് ഇങ്ക്പ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്രീസിയേഷൻ ടെസ്റ്റ്. അപ്പോൾ പ്രക്ഷേപണ തന്ത്രങ്ങൾ കൃത്യമായിട്ട് ഇൻവെൻ്ററികൾ പ്രത്യേകം പഠിച്ചു വെക്കുക, പ്രക്ഷേപണ തന്ത്രങ്ങളും പ്രത്യേകം പഠിച്ചു വെക്കുക. അപ്പോൾ രണ്ടും കൂടി കലർത്തിയിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രധാന പ്രക്ഷേപണ തന്ത്രങ്ങളിൽ വരുന്നതാണ് റൊഷാക്ക് ഇങ്ക്പ്ലോട്ട് ടെസ്റ്റ്. അപ്പം റൊഷാക്ക് ഇങ്ക്പ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് TAT, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്രീസിയേഷൻ ടെസ്റ്റ്. ഇത്രയുമാണ് പ്രക്ഷേപണ തന്ത്രങ്ങൾ. മഷിരൂപങ്ങൾ വികസിപ്പിച്ചെടുത്തത് ഹെർമൻ റൊഷാക്കാണ്. മാനസിക രോഗമുക്തിക്കായി അന്തർവിശേഷണങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനായി ഉപയോഗിക്കുന്ന രീതിയാണ് മഷിരൂപങ്ങൾ. കറുപ്പും വെളുപ്പും ചേരുന്ന 5 മഷിരൂപങ്ങളാണ് ഉപയോഗിക്കുന്നത്. കറുപ്പും വെളുപ്പും ചാരനിറത്തിലുള്ള മറ്റ് 3 മഷിരൂപങ്ങളും കറുപ്പും വെളുപ്പും മറ്റ് കളറുകളുമുള്ള 2 മഷിരൂപങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്നുള്ള പ്രതികരണം അനുസരിച്ച് വ്യക്തി വ്യത്യാസങ്ങളെ വിലയിരുത്തുന്നു. റോഷ ഇങ്ക്പ്ലോട്ട് ടെസ്റ്റ് മുഖേന നിർണ്ണയിക്കുന്ന മനോരോഗങ്ങളാണ് മനോവിദളനം, അല്പോന്മാദം, സംഭ്രാന്തി തുടങ്ങിയവ. ഇനി അവ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ കാണിച്ച് അതിനിടയിലെ സംഭവം വിവരിക്കാൻ ആവശ്യപ്പെടുന്ന പരീക്ഷയാണ് TAT, തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്. തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റിൻ്റെ വക്താക്കൾ മുറയും മോർഗനുമാണ്. 30 ചിത്രങ്ങളാണ് തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത്. ഇനി മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വേർതിരിച്ചത് കാൾ യുങ് ആണ്. അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വേർതിരിച്ചത് കാൾ യുങ് ആണ്.
ഇപ്പം ഒരാൾ കോൾ ചെയ്യുമ്പം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ കോൾ ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരാൾ ഉള്ളിൽ നിന്നിട്ടും ഒരാൾ പുറത്ത് നിന്നിട്ടാണ് ഫോൺ വിളിക്കുന്നതെന്ന് വിചാരിച്ച് വെക്കുക. അപ്പം അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വേർതിരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് കാൾ യുങ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഒരാളാണെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും നിന്നിട്ടായിരിക്കും, അല്ലാണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് നിന്നിട്ടായിരിക്കുമല്ലോ വിളിക്കുന്നത്. അപ്പോൾ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വിളിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് കാൾ യുങ് ആണ്. അപ്പോൾ മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വേർതിരിച്ചത് കാൾ യുങ് ആണെന്ന് ഓർത്തു വെക്കുക. എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പം അന്തർമുഖരും ബഹിർമുഖരും മറക്കൂല, അത് ഉറപ്പാണ്. അപ്പോൾ ഇനി നോക്കാം, വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താനായി കാൾ യുങ് ആവിഷ്കരിച്ച ശോധകം എന്ന് പറയുന്നത് വേർഡ് അസോസിയേഷൻ ടെസ്റ്റാണ്. കാൾ യുങ് അവതരിപ്പിച്ചിട്ടുള്ള ശോധകം. ഇനി 3 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് ഉപയോഗിച്ച പ്രക്ഷേപണ തന്ത്രമാണ് CAT, ചിൽഡ്രൻ അപ്രീസിയേഷൻ ടെസ്റ്റ്. എത്ര വയസ്സാണ്? 3 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. CAT വികസിപ്പിച്ചത് ലിയോപോൾഡ് ബെല്ലാക്കാണ് CAT വികസിപ്പിച്ചത് അല്ലേ. അതിൽ ജന്തുക്കൾ കഥാപാത്രമാകുന്ന ഒരു പ്രക്ഷേപണ തന്ത്രമാണ് ക്യാറ്റ്. അപ്പോൾ ക്യാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ജന്തു, ഒരു ജീവിയാണല്ലോ. അപ്പോൾ ജന്തുക്കൾ കഥാപാത്രമാക്കുന്ന ഒരു പ്രക്ഷേപണ തന്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് CAT ക്യാറ്റാണ്. ലിയോപോൾഡ് ബെല്ലാക്കാണ്. ബുള്ളോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു മൃഗമാണ് അല്ലേ. അപ്പം ബുള്ളോക്ക് ഒരു മൃഗമാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ക്യാറ്റ് കണക്ട് ചെയ്യാം. അങ്ങനെ ജന്തുക്കൾ കഥാപാത്രമാക്കുന്ന ഒരു പ്രക്ഷേപണ തന്ത്രം കണ്ടെത്തിയിട്ടുള്ള CAT അല്ലേ, CAT ക്യാറ്റ് കണ്ടെത്തിയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ, ചിൽഡ്രൻ അപ്രീസിയേഷൻ ടെസ്റ്റ് കണ്ടെത്തിയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് ബെല്ലാക്കാണെന്ന് ഓർത്ത് വെക്കാം. ഇനി വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താൻ WAT വികസിപ്പിച്ചത് CG യുങ് ആണ്. വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് WEAT വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് കണ്ടെത്തിയിട്ടുള്ളത് ആരാണ്? CG യുങ് ആണ്. വ്യക്തിത്വത്തെ അന്തർമുഖം, ബഹിർമുഖം, ഉഭയമുഖം എന്നിങ്ങനെ വിഭജിക്കുന്ന ശോധകമാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്. അപ്പോൾ താല്പര്യങ്ങളെയും അഭിരുചികളെയും വ്യത്യാസം, സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം, പഠനശൈലിയിലെ വ്യത്യാസങ്ങൾ, വൈകാരിക വ്യത്യാസങ്ങൾ. അതിൽ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസമാണ് അതിൽ ഉൾപ്പെടാത്തത്. ഇനി കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കുട്ടികളെ സ്വയം പഠനത്തിന് പ്രേരിപ്പിക്കുന്നു, ഇടയ്ക്കിടെ പരീക്ഷകൾ നടത്തുന്നു, വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു, ക്ലാസ് PTA യോഗങ്ങൾ ഇടയ്ക്ക് നടത്തുന്നു, എന്നുള്ളതായിരിക്കും അല്ലേ കുട്ടികൾ അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ളത്. ഇനി പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിക്കണം. പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് നോക്കാം. റോഷ മഷിയൊപ്പ് പരീക്ഷ, സാമൂഹ്യ ബന്ധ പരിശോധനകൾ, തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്, പദസാഹചര്യത്വ പരീക്ഷ. സാമൂഹിക ബന്ധ പരിശോധനകളാണ് അല്ലേ, സോഷ്യോമെട്രിക് ടെക്നിക്സ് ആണ് പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇനി വികാസ തത്വങ്ങളാണ്. വളർച്ച നോക്കാം. ഒരു വ്യക്തിയുടെ രൂപത്തിലും പിണ്ഡത്തിലുമുള്ള വർധനവിനെ സൂചിപ്പിക്കുന്നത് വളർച്ച എന്നതാണ്. ഒരു വ്യക്തിയുടെ രൂപത്തിനെയും പിണ്ഡത്തിനെയും വർധനവിനെ സൂചിപ്പിക്കുന്നതാണ് വളർച്ച. വളർച്ച ഘടനാപരവും ശാരീരികപരവുമായ മാറ്റത്തെ കുറിക്കുന്നു. വളർച്ച എന്നത് ഘടനാപരമായിട്ടുള്ളതും ശാരീരികവുമായിട്ടുള്ള മാറ്റത്തെയാണ് കുറിക്കുന്നത്. ജൈവകോശങ്ങളുടെ വർധനവിൻ്റെ ഫലമാണ് വളർച്ച. പരിപക്വതയോടെ അവസാനിക്കുകയും സഞ്ചിത സ്വഭാവം പുലർത്തുകയും ചെയ്യുന്നതാണ് വളർച്ച. വളർച്ച എന്ന് പറയുന്നത് പരിപക്വതയോടെ അവസാനിക്കുകയും സഞ്ചിത സ്വഭാവം പുലർത്തുകയും ചെയ്യുന്നു. നിയതമായിട്ടുള്ള ഒരു മുറയും രൂപമാതൃകയും അനുസരിച്ച് നടക്കുന്നതും എന്നാൽ അതിൻ്റെ തോത് എപ്പോഴും ഒരുപോലെ ആകാത്തതുമാണ് വളർച്ച. ജീവിത കാലഘട്ടത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ വേഗമേറുകയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തോതിൽ മാറ്റം സംഭവിക്കുന്നതുമാണ് വളർച്ച. വളർച്ചയെ പാരമ്പര്യവും പരിസ്ഥിതിയും സ്വാധീനിക്കുന്നു. ഇത്തരം സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരാത്ത മാറ്റങ്ങളെ വളർച്ച ഉൾക്കൊള്ളുന്നു. വികാസം നോക്കാം. വ്യക്തിയെ അനുക്രമമായി പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായിട്ടുള്ള വ്യതിയാനമാണ് വികാസം. കുട്ടികളിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നടത്തുന്ന ബോധപൂർവമായിട്ടുള്ള ആസൂത്രിത പരിശ്രമങ്ങളുടെ ഫലമാണ് വികാസം. അന്തർമുഖരായിട്ടുള്ള ശാരീരിക മാറ്റങ്ങളുടെയും മാനസിക പ്രക്രിയകളുടെയും സംയോജനത്തിൻ്റെയും പരിണിത ഫലമാണ് വികാസം. ഗർഭപാത്രത്തിൽ ആരംഭിച്ച് മരണം വരെ തുടരുന്ന അനസ്യൂത പ്രക്രിയയാണ് വികാസം. വികാസത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ബുദ്ധിശക്തി. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വളർച്ചയുടെയും വികാസത്തിലും വ്യത്യാസമുണ്ട്. ശിശുക്കളുടെ ശാരീരികവും മാനസികവുമായ വികാസഘട്ടത്തിൽ ചില ഗ്രന്ഥികൾ പ്രധാന പങ്കുവഹിക്കുന്നു. വംശീയ ഘടകത്തിന് ഉയരം, തൂക്കം, വർണ്ണം, ആകാരം, കായിക ഘടന എന്നിവയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ശിശുവിൻ്റെ വികാസം മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നത് ആഹാരത്തിൻ്റെ പോഷക ഗുണത്തെയാണ്. ശിശുവിൻ്റെ വികാസത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് ഘടകങ്ങൾ, ശരീരത്തിന് സംഭവിക്കുന്ന അപകടങ്ങളും ദീർഘകാലം നിലനിൽക്കുന്നതുമായ മറ്റ് അസുഖങ്ങളും ശിശുവിൻ്റെ വ്യവഹാര ശൈലിയെ അതിജീവിക്കുന്ന പരിസ്ഥിതിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ. ഇനി വികാസം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കും. വളർച്ചയില്ലാതെയും വികാസം സാധ്യമാണ്. ഉദാഹരണം, ഒരു ശിശുവിൻ്റെ പ്രായം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ കൈകളുടെ നീളം വണ്ണവും വർദ്ധിക്കുന്നു, അതാണ് വളർച്ച. എന്നാൽ വളരുന്നതോടൊപ്പം കൈ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കുട്ടി പഠിക്കുന്നു, ഈ മാറ്റമാണ് വികാസം.
വികാസ തത്വങ്ങൾ നോക്കാം. മനുഷ്യൻ്റെ വികാസത്തെ സംബന്ധിച്ച് സാർവത്രികമായി നിലനിൽക്കുന്ന സവിശേഷതകളെ അറിയപ്പെടുന്നത് വികാസ തത്വങ്ങൾ. വികാസത്തിൻ്റെ സവിശേഷതകൾ: വികാസം അനസ്യൂതമാണ്. വികാസം എന്താണ്? അനസ്യൂതമാണ്. ഗർഭധാരണം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ തുടർച്ചയായി പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് വികാസം അനസ്യൂതമാണ് എന്ന് പറയുന്നത്. വികാസം ഗതി നിയമം പാലിക്കുന്നു അല്ലേ. ഇപ്പോൾ സാധാരണ അനുവർത്തിച്ചു വരുന്ന 2 വികാസ ക്രമങ്ങളാണ്. ശാരീരിക വികാസത്തിൽ തല മുതൽ പാദം വരെ എന്ന ക്രമം. അതെന്താണ്? സെഫലോ കോഡൽ സീക്വൻസ് ആണ്. സെഫാലോ കോഡൽ സീക്വൻസ് എന്നറിയപ്പെടുന്നത് ശാരീരിക വികാസത്തിൽ തല മുതൽ പാദം വരെ അല്ലേ. അപ്പം സെഫലോ കോഡൽ തല മുതൽ പാദം വരെയുള്ള ഒരു വികാസക്രമമാണ്. ഇനി പേശി വികാസത്തിൽ കഴുത്ത്, ഉടൽ, കാല് എന്നിവിടങ്ങളിലെ പേശികൾ ക്രമത്തിൽ വികസിക്കുന്നു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ ഉള്ള ഒരു പ്രത്യേകത. ഇനി വികാസത്തിൽ ശരീര മധ്യത്തിൽ നിന്നും വശങ്ങളിലേക്ക് സമീപ്യ ദൂരസ്ഥ ദിശാക്രമം പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷനാണ്. വികാസത്തിൽ ശരീര മധ്യത്തിൽ നിന്നും വശങ്ങളിലേക്ക് എന്ന ക്രമമാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷനിൽ പറയുന്നത്. ശരീരത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഹൃദയം, കരൾ, ശ്വാസകോശം, വൃക്കകൾ തുടങ്ങിയ മർമ്മപ്രധാനമായിട്ടുള്ള അവയവങ്ങളും ഉദരഭാഗങ്ങളും വികാസം പ്രാപിച്ച ശേഷമാണ് വിരൽ തുമ്പുകളിലേക്ക് വികാസം എത്തുന്നത്. ഈ 2 വികാസക്രമങ്ങളും പൊതുവിൽ അറിയപ്പെടുന്നത് വികാസ ഗതി നിയമം എന്ന പേരിലാണ്. ഇനി വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. ആദ്യമാദ്യമുണ്ടാകുന്ന വികാസങ്ങൾ ഒന്നു ചേർന്ന് സഞ്ചിത രൂപമാകുന്നത് കൊണ്ടാണ് തുടർന്നുള്ള വികാസം സാധ്യമാകുന്നത്. ഉദാഹരണം: ഒരു ശിശു കേൾക്കുന്നു, കാണുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു. ഇതെല്ലാം ഒന്നു ചേർന്നുണ്ടാകുന്ന സംവേദനമാണ് പ്രത്യക്ഷണത്തിന് സഹായിക്കുന്നത്. ഈ പ്രത്യക്ഷണമാണ് ശിശുവിലേക്കും സംപ്രത്യക്ഷണത്തിലേക്കും അന്തർദൃഷ്ടിയിലേക്കും പ്രശ്നപരിഹരണത്തിലേക്കും നയിക്കുന്നത്. ഇനി 4 വികാസം സാമാന്യത്തിൽ നിന്നും വിശേഷണത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ നവജാത ശിശുവിന് സൂക്ഷ്മപേശികൾ ചലിപ്പിക്കുവാൻ പ്രയാസമാണ്. അവയവങ്ങൾ സ്ഥൂലമായിട്ടാണ് ചലിപ്പിക്കുന്നത്. ഒരു ശിശു അകലെയുള്ള കളിപ്പാട്ടം എടുക്കുന്നത് ശരീരം മുഴുവൻ കളിപ്പാട്ടത്തിനടുത്തേക്ക് എത്തിച്ച ശേഷം കൈയും ശരീരവും ചേർത്താണ്. ഭാഷാപരമായിട്ടുള്ള വികാസവും നടക്കുന്നത് സാമാന്യത്തിൽ നിന്നും വിശേഷണത്തിലേക്ക് എന്ന ക്രമത്തിലാണ്. അതിൽ വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് 5ാമത്തേത്. ക്രോമസോമിലുള്ള ജീനുകളിൽ നിന്നും മാതാപിതാക്കളോടുള്ള സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ് പാരമ്പര്യം എന്നത്. ത്വക്ക്, മുടി, കണ്ണ് എന്നിവയുടെ നിറം, മുഖത്തിൻ്റെ ആകൃതി, ശരീരത്തിൻ്റെ ഉയരം, വർണ്ണാന്തത തുടങ്ങിയവ പരമ്പരാഗതമായി ലഭിക്കും. അപ്പം ബുദ്ധി, അഭിക്ഷമതകൾ, മനോഭാവങ്ങൾ, സംസ്കാരം തുടങ്ങിയവയിൽ പരിസരത്തിൻ്റെ സ്വാധീനം നിർണായകമാണ്. വികാസത്തെ ഒരു മട്ട ത്രികോണമായി ചിത്രീകരിച്ചാൽ പാരമ്പര്യം അതിൻ്റെ പാദമായും പരിസരം അതിൻ്റെ ലംബമായും പരിഗണിക്കാം. പാരമ്പര്യം പാദമായി പരിഗണിക്കുന്നത് കൊണ്ട് പാദനീളം വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല. ലംബത്തിൻ്റെ നീളം എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ലംബത്തിൻ്റെ നീളം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് പരിസരം മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ചിട്ട് മട്ട ത്രികോണത്തിൻ്റെ പരപ്പളവ് വർദ്ധിപ്പിക്കുന്നു. അതായത് വികാസം മെച്ചപ്പെട്ടതാകുന്നു. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയമേവ നടക്കുന്ന വികാസമാണ് പരിപക്വനം. വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകളുടെ അനാവരണമാണ് പരിപക്വനം എന്ന് പറഞ്ഞാൽ. പ്രത്യേക പ്രായത്തിൽ ശിശുക്കൾ മുട്ടുകുത്തി ഇഴയുവാനും നിൽക്കാനും ഓടാനും ചാടാനും സംസാരിക്കുവാനും ശ്രമിക്കുന്നത് ആരും പഠിപ്പിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അതിനുള്ള പാകമായതുകൊണ്ടാണ്. പരിപക്വനവും പഠനവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. ഓരോന്നിനും ഓരോ പഠനാനുകൂല നിമിഷം ഉണ്ട്. പ്രായം, സന്നദ്ധത, താല്പര്യം എന്നിവയെല്ലാം ഒത്തിണങ്ങിയ സമയമാണിത്. വികാസക്രമം രേഖീയമല്ല, മറിച്ച് ചാക്രികമാണ്. ഇപ്പോൾ ശൈശവത്തിലെ വളർച്ചയുടെ തോത് കൂടുതലാണ്. കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സാകുമ്പോൾ ജനിക്കുമ്പോഴുള്ള ഭാരത്തിൻ്റെ 3 മടങ്ങ് ഭാരം ഉണ്ടാകുന്നു. കൗമാരഘട്ടത്തിലും ഇതുപോലൊരു ചാട്ടം വളർച്ചയിൽ കണ്ടുവരുന്നു. ഇനി വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗതികം, ശാരീരികം, വൈകാരികം, സാമൂഹികം എന്നീ മേഖലകളിലെ വികാസങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ശാരീരിക ആരോഗ്യം മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും പുഷ്ടിപ്പെടുത്തുന്നു. വികാസം പ്രവചനീയമാണ്. ഒരു നിശ്ചിത പ്രായത്തിൽ ഒരു കുട്ടിക്ക് എത്ര വളർച്ചാ വികാസം ഉണ്ടായിരിക്കുമെന്ന് കണക്കാക്കുന്നുണ്ട്. കുട്ടിയുടെ വളർച്ചയുടെ തോതനുസരിച്ച് അവൻ്റെ പൂർണ്ണത എങ്ങനെയാകും എന്ന് പ്രവചിക്കാനാവുന്നതാണ്. ഉദാഹരണം: കുട്ടിയുടെ എല്ലിൻ്റെ എക്സ്റേ പരിശോധിച്ചാൽ പൂർണ്ണതയിൽ കുട്ടിയുടെ വലിപ്പം എത്രയാണെന്ന് പറയാൻ സാധിക്കും. ബുദ്ധിശക്തി, അഭിക്ഷമത, സാമൂഹിക ബന്ധം തുടങ്ങിയവ ഏറെക്കുറെ അളക്കുവാനുള്ള ചില മാപിനികൾ മനഃശാസ്ത്ര വിദഗ്ധർ തയ്യാറാക്കിയിട്ടുണ്ട്. ശീഘ്രഗതിയിൽ വളർന്ന കുട്ടിയുടെ വളർച്ച ആദ്യ അവസാനം ശീഘ്രഗതിയിലും മന്ദഗതിയിൽ വളർന്ന ഒരു കുട്ടിയുടെ വളർച്ച ആദ്യ അവസാനം മന്ദഗതിയിലുമായിരിക്കും. ഇനി 10ാമത്തേത് വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ വ്യക്തിയും വിഭിന്നനാണ്. ശാരീരിക, ചാലക, വൈജ്ഞാനിക, വൈകാരിക, സാമൂഹിക മേഖലകളിൽ ഓരോ കുട്ടിയെയും വ്യത്യസ്തരായാണ്. ഈ വ്യത്യാസം വികാസത്തിൻ്റെ ഗതിവേഗത്തിലും പ്രതിഫലിക്കുന്നു. ഇനി 11 വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങളുണ്ട്. ഗർഭാവസ്ഥയുടെ ആദ്യത്തെ 3 മാസങ്ങൾ തലച്ചോറിൻ്റെയും കണ്ണിൻ്റെയും ചെവിയുടെയും വികാസത്തിൽ നിർണായകമാണ്. ഈ ഘട്ടത്തിൽ അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ ഗർഭസ്ഥ ശിശുവിൻ്റെ പലതരത്തിൽ ബാധിക്കും. ശൈശവം ചാലക വികാസത്തിൻ്റെയും കൗമാരം ലൈംഗിക വികാസത്തിൻ്റെയും നിർണായക ഘട്ടങ്ങളാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ നിർണായക ഘട്ടങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഒരു 3 മാസം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു ഘട്ടമാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ കൗമാരകാലത്ത് കുട്ടികളുടെ ലൈംഗിക ആ ഒരു
എന്താ പറയുക, പുരോഗതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘട്ടമാണല്ലോ. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതം മൊത്തത്തിൽ ബാധിക്കുന്ന ആ ഒരു ഇത് നമുക്ക് അറിയാം അല്ലേ. അപ്പം അതാണ് ആ ഒരു നിർണായക ഘട്ടങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. വികസന ഘട്ടങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലെ വികസനോന്മുഖ പ്രവർത്തികളുടെ ഒരു പട്ടിക അഥവാ രൂപമാതൃക ആവിഷ്കരിച്ചത് ഹാവിങ്സ്റ്റൺ ആണ്. വികസനം എന്ന് പറഞ്ഞാൽ വികസനോന്മുഖ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് ഹാവിങ്സ്റ്റൺ ആണെന്ന് ഓർത്തു വെക്കുക. വികസനോന്മുഖ പ്രവൃത്തി വികസനോന്മുഖ പ്രവൃത്തി ഹാവിങ്സ്റ്റൺ. ഓക്കെ ആണല്ലോ. ഇനി വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല. അതിനാൽ 1ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല. വികസനത്തിൻ്റെ ഏത് തത്വമായി അതിനെ ബന്ധപ്പെടുത്താനാണ്. ഇപ്പോൾ വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് ശരിയായിട്ടുള്ളത്. ഇനി താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വികാസത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്താത്തത് ഏതെന്നാണ്. ഇപ്പോൾ പാരമ്പര്യം, പരിസ്ഥിതി ഘടകങ്ങളുടെ ആകെ തുകയാണ് വികാസം. അത് കറക്റ്റാണ്. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾ വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. കറക്റ്റാണ്. വ്യക്തിയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം. അതാണല്ലേ തെറ്റായിട്ടുള്ളത്, ഉൾപ്പെടുത്താത്തത്. അപ്പം ഇനി വികാസം ചില ക്രമങ്ങൾ പാലിക്കുന്നു. അത് കറക്റ്റാണ്. വികാസം ചില ക്രമങ്ങൾ പാലിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വരുന്നത് വികാസ തലങ്ങൾ, വികാസ ഘട്ടങ്ങൾ എന്നുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്